ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു നെമ്മീൻ കറിയുടെ റെസിപ്പി നോക്കാം. അതിന് വേണ്ടി ആവശ്യമായ സാധനങ്ങൾ: ഒരു 10-12 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തത്, 2 തക്കാളി, പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. അപ്പം ഇത്രയാണ് വേണ്ടത്. പിന്നെ അതിനുശേഷം അതിലേക്ക് ചേർക്കേണ്ട പൊടികൾ: ഒരു 3 സ്പൂണോളം ടീസ്പൂണാണ് മുളക് പൊടി, 2.5 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് ജീരകപ്പൊടി, ഇത്രയും ചേർക്കുക. അതിനുശേഷം എണ്ണ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന 2 തക്കാളി ഉണ്ടല്ലോ, അതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. എന്നിട്ട് ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് എല്ലാ വശങ്ങളും വേവിച്ചെടുക്കണമേ. അപ്പം നല്ല കരിയാതെ പതുക്കെ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുത്ത് 2 വശങ്ങളും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് തന്നെ ഇതിൻ്റെ തൊലി ഇങ്ങനെ ഇളകി തുടങ്ങും. അത് കാണുമ്പോൾ നമ്മൾ പാത്രത്തിൽ നിന്ന് മാറ്റിയെടുത്ത് ചൂടാറാനായിട്ട് വെക്കുക. ആ സമയത്തേക്ക് ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരുപാടങ്ങ് വഴണ്ടു പോകേണ്ട ആവശ്യമില്ല, ഒരു ചെറിയൊരു ഷാലോ ഫ്രൈ മതിയാവുമേ. അപ്പോൾ അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ തക്കാളിയുടെ ചൂടുമൊക്കെ ഒന്ന് ആറിയിരിക്കും. അപ്പോൾ ആ നേരത്തിന് നമ്മൾ തക്കാളിയുടെ തൊലി നന്നായിട്ട് ഉരിച്ചെടുക്കുക. അത് ഉരിച്ചെടുത്ത് മാറ്റി വെച്ചേക്കണേ. ആ നേരത്തിന് പിന്നീട് നമുക്ക് എടുത്തു വെച്ചിരുന്ന മസാലയെല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് ഇത് കരിഞ്ഞു പോകാതെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. ഇതിട്ടേച്ച് എങ്ങോട്ടും നിങ്ങൾ മാറരുത്. കൂടെ തന്നെ നിന്ന് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന തക്കാളി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുത്തി ഉടച്ചു കൊടുക്കണേ. ഈ തക്കാളി നമ്മുടെ ഈ മസാലയ്ക്കകത്ത് പേസ്റ്റ് പരുവത്തിലാവുന്ന രീതിയിൽ നന്നായിട്ട് കുത്തി കൊടുക്കണം കേട്ടോ. നല്ല രീതിയിൽ ഉടച്ച് മസാലയുമായിട്ട് ചേർത്ത് നല്ലൊരു പേസ്റ്റ് പോലെ ആക്കണം. നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കാനുള്ള സാധനമാണ്. എന്നിരുന്നപ്പോൾ ഈ സമയത്ത് നമ്മൾ ചെറുതായിട്ട് തീ ഓൺ ആക്കിയേക്കണം കേട്ടോ. എന്നിട്ട് ഈ തക്കാളിയൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കണം ഇത്. അപ്പോഴത്തേക്ക് ഇത് നല്ലൊരു തക്കാളിയും ആ മസാലയും കൂടെ ചേർന്ന് നന്നായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇനി അതൊന്ന് ആറിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കണേ. മിക്സിയിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഒരു തരി പോലും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ അരച്ചെടുക്കാം. ചൂടാറി കഴിഞ്ഞിട്ടേ ഇത് അരയ്ക്കാനും പാടുള്ളൂ. അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരിക. ആ നേരത്തിന് നമുക്ക് കറി വെക്കാനുള്ള ബാക്കി പരിപാടികൾ നോക്കാം. അപ്പം ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒരു 5-6 സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഉലുവായും കടുകും പൊട്ടിക്കണം. അതിനുശേഷം അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അപ്പം കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ, അതാണ് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അതിന് മുമ്പ് നമുക്ക് ഉള്ളി വാട്ടേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളിയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇത് കൊച്ചുള്ളിയാണ്, ഒരു 4-5 കൊച്ചുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു, അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് ഇത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഈ സമയത്തേക്ക് നിങ്ങൾക്ക് പച്ചമുളക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എരിവിന് അനുസരിച്ചുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാവേ. ഞാനിതിനകത്തൊരു 3 പച്ചമുളകാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ആ നേരത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ എണ്ണയിൽ തന്നെ ഇത് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കണേ. ഇത് അടുക്കി പിടിക്കാതെ കുറച്ച് നേരം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കണേ. കൈ മാറ്റാതെ ഇത് നമ്മൾ ഇളക്കിയെടുക്കുക. അപ്പോൾ ഇതിനകത്തോട്ട് ഇങ്ങനെ തിള വരും. ഈ സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, കാര്യം ഇത് തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാല് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് തിളപ്പിക്കാനായിട്ട് വെക്കണം. ഈ സമയത്ത് നമുക്ക് ആവശ്യമായ പുളി ചേർത്ത് കൊടുക്കാം. ഞാനകത്തൊരു 4 പുളിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പം ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനുണ്ടല്ലോ, അതിട്ട് കൊടുക്കാവേ. എന്നിട്ട് ഇത് ചെറിയ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് അടച്ചു വെച്ചാണ് വേവിക്കേണ്ടത്. ഇപ്പോൾ കുറച്ച് ഏറെ മീനുണ്ടായിരുന്നു ഇത് കേട്ടോ. അപ്പോൾ എനിക്കിതൊരു 2 ദിവസത്തേക്ക് എടുക്കാനുള്ള രീതിയിലാണ് ഞാൻ ഈ കറി വെച്ചിരിക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്തെന്നും പറഞ്ഞ് ഈ കറി ചീത്തയായി പോകത്തൊന്നുമില്ല കേട്ടോ. ഇത് നന്നായിട്ട് ഇരിക്കും. 2 ദിവസത്തേക്ക് ഇരിക്കും ഈ കറി. നമ്മൾ ഒന്നുകൂടെ അടുത്ത ദിവസം ഒന്ന് തിളപ്പിച്ച് കൊടുത്താൽ മതിയാവും. പിന്നെ ഇതൊന്ന് കറി തിളച്ച് കുറുകി വരുമ്പോഴത്തേക്ക് നമ്മൾ തേങ്ങയുടെ 1ാം പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനി അധികം തിളപ്പിക്കുന്നില്ല. ഒരു 3 മിനിറ്റോളം ഇതൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി. അടിപൊളി കറിയാണ് ഇത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. തേങ്ങാപ്പാലൊക്കെ ചേർത്തെന്നും പറഞ്ഞ് ഇത് ചീത്തയായി പോകത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ കറി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും
ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.